ഹലോ, എല്ലാവർക്കും നമസ്കാരം. സുഖമില്ല എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ എവിടെ നിൽക്കണമെന്നുള്ളത്, ഞാൻ എന്താ പറയാൻ പോകണമെന്നുള്ളത്. അതെ, ഞാൻ ഗുരുവായൂർ അമ്പലത്തിലാണ്. ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, 10 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അയ്യോ, എന്താ ഞാൻ പറയേണ്ടത്, അത്രയ്ക്കും മനസ്സിനൊരു സുഖം തരുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഇതാ അവിടെ ആ നടയിൽ വരച്ചതാണ് തോന്നുന്നു. അത് ഓരോ ദിവസം ഓരോന്നായി മാറി വരും തോന്നുന്നുണ്ട്. ഞങ്ങൾ പോയ ദിവസം ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ഏത് കാലത്തും ഒരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ പിന്നെ ഉത്സവകാലത്ത് പറയാനുണ്ടോ. ഇതുപോലെ ലൈറ്റ് കൊണ്ട് ഈ കണ്ണനെയൊക്കെ ഓരോരോ രൂപത്തിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ എപ്പോഴും കാണുന്നതാണ് കുട്ടിപ്പട്ടുപാവാടകളും സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും ഒക്കെ വേണ്ടുവോളം ഗുരുവായൂരിൽ ഞാൻ കണ്ടു കേട്ടോ. എപ്പോഴും ഉണ്ടാവും ഇതൊക്കെ, പക്ഷേ എപ്പോഴും ഉണ്ടെങ്കിലും നമ്മൾ എപ്പോൾ കാണുമ്പോഴും ഒരേ ഭാവത്തോടു കൂടിയാണ് ഞാനൊക്കെ നോക്കുക. ചെറുപ്പത്തിൽ എങ്ങനെ നോക്കിയോ അതേപോലെ ഇപ്പോഴും ഞാൻ വായ പൊളിച്ച് നോക്കി നിൽക്കാറുണ്ട്. എനിക്കതൊക്കെ നല്ല ഇഷ്ടമാണ് കാണാൻ കേട്ടോ. നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം, ഗുരുവായൂർ പപ്പടം പ്രസിദ്ധമാണല്ലോ. പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അതേപോലെ അലങ്കാരങ്ങൾ മുഴുവനും കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ പോയ ദിവസം ഇതുപോലെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് നോക്കൂ, അമ്പലത്തിൽ നിന്നും കുറച്ചും കൂടി വിട്ടിട്ടുള്ള വ്യൂ നോക്കൂ. അവിടെയൊക്കെ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിരുന്നു. വളകൾ നോക്കൂ, നല്ല ഭംഗിയില്ലേ വളകൾ കാണാൻ? നല്ല ഭംഗിയുള്ള വളകളായിരുന്നു. ക്ലിപ്പുകളും കമ്മലുകളും ഒക്കെ വേണ്ടുവോളം. സ്ത്രീകളുടെ പൊതുവേ വീക്ക്നെസ്സാണ് തോന്നുന്നു ഇത് കാണുമ്പോൾ ഒന്ന് നോക്കുക എന്നുള്ളത്. എൻ്റെ അങ്ങനെയാണ് കേട്ടോ. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ്. വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നല്ല കമ്മലുകളല്ലേ. പിന്നെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി, ഹാഫ് സാരി. ഇപ്പോൾ ഹാഫ് സാരി ഒരു ട്രെൻഡായി വന്നിരിക്കുന്നു. കുറച്ച് പ്രായമായവരും ഹാഫ് സാരി ഉടുത്തിട്ട് ഞാൻ ഒരുപാട് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഹാഫ് സാരി ഉടുത്ത് കാണാൻ. എവിടേക്കും നോക്കണം എന്നറിയില്ല. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ 3-4 സ്റ്റേജുകൾ കെട്ടിയിട്ടുണ്ടാവും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പരിപാടികൾ ഉണ്ടാവും. ഒരു സ്റ്റേജിൽ കൈകൊട്ടിക്കളിയാണെന്ന് വെച്ചാൽ, ഒരു സ്റ്റേജിൽ ഡാൻസ് ആയിരിക്കാം, ഒരു സ്റ്റേജിൽ ഭരതനാട്യം ആയിരിക്കാം. നമുക്ക് എവിടെയാണ് പോയി കാണേണ്ടതെന്നുള്ളൊരു പിടി കിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓടിപ്പോയി കാണും കേട്ടോ. ആകെ എന്താ പറയുക, വെളിച്ചവും സൗണ്ടും. പ്രസാദം കൂട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഉത്സവ കഞ്ഞി കഴിച്ചു. നല്ല കഞ്ഞി, ഒരു മോരൊഴിച്ച കൂട്ടാൻ, അതുപോലെ ശർക്കരപ്പൊടി, തേങ്ങാപ്പൂള്, പിന്നെ ഒരു എന്താ പറയുക, ഒരു പുഴുക്ക് പോലെ നല്ല രസമുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. ഇത് കലവറ, നാളത്തേക്കുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കൊണ്ടുപോകുന്നൊരു വണ്ടിയുണ്ട്. എവിടെയാണോ വെക്കുന്നത്, പാചകം ചെയ്യുന്ന അവിടേക്ക് ഈ വണ്ടിയിലാണ് ഇത്രയും വലിയ പാത്രങ്ങൾ കൊണ്ടുപോവുക കേട്ടോ. ഇതുണ്ട്, ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകും. ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഈ വണ്ടി വീട്ടിൽ പോകുമ്പോൾ എവിടെയാണോ എത്തുന്നത് അവിടെ എത്തിക്കും. പിന്നെ ഈ മരം നോക്കൂ, ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസം കണ്ടുകൊണ്ട് നിൽക്കാൻ. അങ്ങനെ കണ്ണൻ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തൊഴാനും പറ്റിയിരുന്നു. പിന്നെ അമ്പലക്കുളം അല്ലെങ്കിലേ നല്ല സുഖമാണ് നോക്കി നിൽക്കാൻ. അപ്പോൾ ഇതുപോലെ ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂടി. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് തൊഴുത് സന്തോഷത്തോടെ ഞങ്ങൾ പാലക്കാട്ടിലേക്ക് തിരിച്ചു പോന്നു. അടുത്ത വർഷം ഇതുപോലെ തൊഴാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ.